ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഒരുപോലെ ചോദിക്കുന്ന സംശയം, സർ, നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെൻറ്റ് എന്നാണ് വരിക, എപ്പോഴാണ് എന്ന ചോദ്യത്തിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്കൂളുകളിലും കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ്റെ ഫോം വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ ദിവസം പോയി വാങ്ങിയിട്ടില്ലെങ്കിൽ, ഈ ദിവസത്തിനുള്ളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ കിട്ടാൻ പ്രയാസകരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിലെ മൂത്ത മകനോ മൂത്ത മകളോ ആയിരിക്കും ഈ വർഷം +1 എത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊക്കെ HS ക്യാപ്പ്, യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ, ഫോർഗോട്ട് പാസ്വേഡ്, ട്രയൽ അലോട്ട്മെൻറ്റ്, ഇതൊക്കെ ആദ്യത്തെ അനുഭവമായിരിക്കും. ഒരു പുതിയ പഠിക്കലൈസേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ടയുടെ അപേക്ഷകളുടെ വിതരണം ആരംഭിക്കുന്ന തീയതി മെയ് 29 തീയതിയാണ്. പക്ഷേ മെയ് 29 ആയില്ല. ഈ ട്രയൽ നടക്കുന്ന ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിറ്റി കോട്ടയുടെ ഫോം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ വിതരണം ചെയ്തു തുടങ്ങിയ സ്കൂളുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അതെല്ലാം കൂടി മെയ് 29 തീയതിയാണ് വരുന്നതെങ്കിൽ ഇവർക്ക്, അവിടുത്തെ ടീച്ചേഴ്സിന് കുറച്ച് കൂടുതൽ കുറേ വർക്ക് ഉണ്ടാവും. അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കുട്ടികൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, ലിമിറ്റും കഴിഞ്ഞ് കുറേ കുട്ടികൾ വരികയാണെങ്കിൽ, എല്ലാവരുടെ ഫോമും ഫില്ല് ചെയ്ത് എല്ലാ ഫോമും വാങ്ങി തെറ്റായ വിവരങ്ങളെ രേഖപ്പെടുത്താത്ത രീതിയിൽ അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് ആരാണ്? ആ സ്കൂളിലെ പ്രഥമാധ്യാപകരാണ്. അപ്പോൾ അവർക്ക് ഒന്ന് എന്താ പറയുക, ഒരു ബൾക്ക് അല്ലെ ജെർക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ നാളെ വാങ്ങിയാലും തൊട്ടടുത്ത ദിവസം വാങ്ങിയാലും ഒക്കെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് വരുന്ന ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 തീയതിയാണ്. സോ ഗവൺമെൻറ് പറഞ്ഞ ഡേറ്റ് മെയ് 29 ആണെങ്കിലും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യം പോലെ ചെന്നിനായിട്ട് സ്കൂളിൽ പോയി ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കാം. ഓക്കെ, മെയ് 29 മെയ് 29 തീയതിയാണ് ആരംഭിക്കുന്നതും. അതേ സമയത്ത് തന്നെ കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി ആരംഭിക്കുന്ന തീയതിയും മെയ് 29 കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ട തീയതി ജൂൺ 5 തീയതിയാണ്. സോ നിങ്ങളൊരു സ്കൂളിൽ, ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന സ്കൂളിൽ നിങ്ങൾ മാത്രമല്ല 1000ഓളം കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 കുട്ടികളുടെയും കമ്മ്യൂണിറ്റി കോട്ടയുടെ ഫോം വളരെ കൃത്യമായി ഡാറ്റ എൻട്രി ചെയ്ത് അവസാനിപ്പിക്കേണ്ട അവസാന തീയതി സ്കൂളുകാർക്ക് അത് ജൂൺ 5 തീയതിയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, മെയ് 29 ആവാനൊന്നും നിൽക്കേണ്ടതില്ല. നിങ്ങളിപ്പോഴേ സ്കൂളുകളിൽ എവിടെയൊക്കെ കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കുന്നുണ്ടോ ആ ഫോം വാങ്ങി അവിടെ ചെന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു പോരുക. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിന് വെയിറ്റ് ചെയ്താൽ മതി? ജൂൺ 10 തീയതി വരുന്ന ഡേറ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നോക്കിക്കോ, കമ്മ്യൂണിറ്റി ഡാറ്റയുടെ റാങ്ക് ലിസ്റ്റ്, സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി. നിങ്ങൾക്ക് ആ സ്കൂളിൽ എത്ര റാങ്ക് ഉണ്ട് എന്നറിയണമെങ്കിൽ ജൂൺ 9 തീയതി വരെ വെയിറ്റ് ചെയ്യണം. ജൂൺ 9 എന്ന് പറയുന്ന ഡേറ്റ് ആകുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്കൊരു ആദ്യത്തെ ഒരു 30-40ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനി ഇതെപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക? തൊട്ടടുത്ത ദിവസം ജൂൺ 10 തീയതി. ജൂൺ 10 തീയതി ചിലപ്പോൾ നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾ കൊടുത്ത സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്, എടാ നിനക്ക് കിട്ടിയിട്ടുണ്ട്, വേഗം വന്ന് ജോയിൻ ചെയ്തോളാൻ പറയും. ജോയിൻ ചെയ്യുന്നുണ്ടോ ചോദിക്കും. നീ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആൾക്ക് അത് പോകും. കാര്യം കുട്ടിയോ രക്ഷിതാവിനെയോ ഇൻഫോം ചെയ്യണം കിട്ടിയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് ആയിട്ടും വരും. നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ ഡേറ്റ് ഏതാണ്? ജൂൺ 10 തീയതിയാണ്. ഇതേ ജൂൺ 10 തീയതി തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റും ജൂൺ 10. സോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് HSCയും വരും, പിന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ടും വരും. സോ അതോടുകൂടി കുട്ടികൾ രണ്ടായിട്ട് മാറും. ഓക്കെ, സോ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ആരംഭിക്കുന്ന അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 തീയതിയാണ്. തൊട്ടടുത്ത ദിവസം ജൂൺ 9 തീയതി, തലേ ദിവസം ജൂൺ 9 തീയതി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്കൂളിലെ റാങ്ക് അറിയാം. ഇപ്പം നിങ്ങളൊരു സ്കൂൾ കൊടുത്തു, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടുത്ത സ്കൂൾ MJ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് എത്ര നിങ്ങൾക്ക് ഇപ്പം അറിയാം. ജൂൺ 9 തീയതി അതേ സ്കൂളിൽ കമ്മ്യൂണിറ്റി റാങ്ക് എത്രയാണെന്നുള്ളത് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെയാണ് സാറേ അറിയുക? അത് നിങ്ങൾ കൊടുത്ത സ്കൂളിൽ എന്തായാലും നിങ്ങൾക്ക്
മെസ്സേജ് ആയിട്ട് വരും, അല്ലെങ്കിൽ അന്നൊരു ലിങ്ക് ഉണ്ടാവും. റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്കൂളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ലിങ്ക് ആക്കി കൊടുക്കാറുണ്ട്. അത് അന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കോളും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വ്യാകുലതപ്പെടേണ്ട ആവശ്യമില്ല. സോ ജൂൺ 10-ാം തീയതി നിങ്ങൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റാങ്കും ഉണ്ട്, നിങ്ങൾക്ക് ആ സ്കൂളിൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സ്കൂളിലെ പ്രഥമാധ്യാപകർ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും, വന്ന് അഡ്മിഷൻ എടുക്കാനും പറയും. നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആളിലേക്ക് പോവുകയും ചെയ്യും. സോ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ സ്കൂൾ തന്നെ നിങ്ങളുടെ HSCയിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. നിങ്ങൾ HSCയിൽ ഇപ്പോൾ MJ കൊടുക്കാതെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, MJ സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സോ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി എന്ന ജൂൺ 10-ാം തീയതി. സോ വെയിറ്റ് ഫോർ ജൂൺ 10th. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ചാനൽ MS സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.